ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൂവി എക്സ്പ്ലെയിനർ. ഇതിപ്പോൾ 19th ഫ്ലോറിന്റെ 4ാമത്തെ എപ്പിസോഡാണ് കേട്ടോ. ഇതിന് മുമ്പത്തെ എപ്പിസോഡ് കാണാത്തവർക്ക് വേണ്ടി ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മുടെ ഹീറോയിനെ ആണെങ്കിൽ ആ മോൺസ്റ്റർ പിടിക്കാൻ വരികയാണ്. ഇതേ നേരം തന്നെ അല്ലായിരുന്നു ആ ചാവി, അതായത് ഐഡന്റിറ്റി ടാഗ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്തത്, എറിഞ്ഞു കൊടുത്തത്. ഇതേ നേരം തന്നെ ആ ഹീറോയിൻ ആണെങ്കിൽ ആ ഐഡന്റിറ്റി ടാഗ് ആണെങ്കിൽ ആ ഡോറിനകത്തൊരു കീ ഹോൾ ഉണ്ട് കേട്ടോ, അതിനകത്ത് വെച്ചു കൊടുക്കുകയാണ്. ഇതേ നേരം തന്നെ ആ മോൺസ്റ്റർ ഹീറോയിന്റെ തൊട്ടടുത്ത് വന്നിട്ട് ചാമ്പലായി പോവുകയാണ്. അത് മാത്രമല്ല ആ ഡോറാണെങ്കിൽ ഓപ്പൺ ആവുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ആശ്വാസപ്പെട്ട് സന്തോഷപ്പെട്ട് നിൽക്കുകയാണ്. അങ്ങനെ എല്ലാവരും കൂടെ ആ ഡോറിന്റെ അകത്തൂടെ കയറി പോവാണ് കേട്ടോ. ഇതേ നേരം തന്നെ നമ്മുടെ റൗഡി പയ്യനാണെങ്കിൽ നമ്മുടെ ഹീറോനെ പൊക്കി അടിക്കുകയാണ്. നേരത്തെ സത്യം ചെയ്ത് കൊടുത്തില്ലായിരുന്നു, അതുകൊണ്ട് പൊക്കി അടിക്കുകയാണ്. ഇതേ നേരം അങ്കിള് പറയാണ് ഹീറോയിനും ഉള്ളതുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ട, രണ്ടുപേരും ടീം വർക്ക് ചെയ്തോണ്ടാന്ന് പറയും. അപ്പൊ ടീം വർക്ക് കൈവിടല്ലെന്നും പറയും എല്ലാവരും. അങ്ങനെ അവർ ആ സ്ഥലത്തൂടെ നടന്നു പോകുന്ന സമയത്ത് അവർ നേരെ ചെല്ലുന്നതാണെങ്കിൽ ഒരു ഡോറിന്റെ ഫ്രണ്ടിലാണ്. അങ്ങനെ ആ ഡോറ് തുറന്ന് ഇറങ്ങുന്ന സമയം അവർ നേരത്തെ ഒരു ഹാളിൽ നിന്ന് ഡോറ് തുറന്ന് കയറിയില്ലായിരുന്നു, ആ ഹാളിൽ തന്നെ വീണ്ടും വരികയാണ്. ഇതേ നേരം തന്നെ അവർക്കൊന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ് കേട്ടോ. ഇതേ നേരം തന്നെ ഹീറോയിൻ പറയാണ് ഓരോ വാതിലിനും ഓരോ സിമ്പലുള്ള ഐഡന്റിറ്റി ടാഗാണ്, അപ്പം ഓരോ വാതിലിനും ഓരോ ഐഡന്റിറ്റി ടാഗാണ്. അപ്പം ഏത് പാട്ടാണോ കേൾക്കുന്നത് ആ ഐഡന്റിറ്റി ടാഗ് കൊണ്ടുവന്ന് ഡോറിൽ വെച്ചു കൊടുക്കണമെന്ന് പറയും. അപ്പോഴാണ് എല്ലാവർക്കും അതിന്റെ കാര്യം മനസ്സിലാവുന്നത് കേട്ടോ. അങ്ങനെ ഓരോരുത്തരും ഓരോ ക്യാരക്ടറിന്റെ ടാഗുള്ള ഡോറിന്റെ കീഴിലോട്ട് പോവാണ്. ഇതേ നേരം തന്നെ ഈ ഹീറോയിൻ ആണെങ്കിൽ ആ അങ്കിളിനെ ചെന്ന് കാണുകയാണ്. എന്നിട്ട് അങ്കിളിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാ ഹോസ്പിറ്റലിൽ വെച്ച് എൻ്റെ അടുത്ത് കള്ളം പറഞ്ഞെന്ന് ചോദിക്കും. ഇതേ നേരം തന്നെ അങ്കിള് പറയും, ഞാനത് ജസ്റ്റ് സ്വപ്നമാണെന്നാ വിചാരിച്ചത്, ഇത് ഒറിജിനലാണെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല എന്ന് പറയും. അങ്ങനെ ഇവർക്കൊരു 6 ടാഗ് ഇല്ലായിരുന്നു. ആ 6 ടാഗിനകത്ത് 5 ടാഗിനകത്ത് മാത്രമേ ക്യാരക്ടർ ഉള്ളൂ. അപ്പം ഒരു ടാഗിനകത്ത് ക്യാരക്ടർ ഒന്നും ഇല്ല കേട്ടോ. അപ്പം ആ ടാഗ് ആണെങ്കിൽ ഈ അങ്കിളിന് കൊടുക്കുകയാണ്. എന്നിട്ട് ക്യാരക്ടർ ഉള്ള ടാഗ് ആണെങ്കിൽ അങ്കിളിൻ്റെ ഈ ഹീറോയിൻ വാങ്ങുകയാണ്. അപ്പം അങ്കിളിന്റെ കാല് വയ്യല്ലോ, അപ്പൊ കൂടുതൽ കിടന്ന് ഓടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഹീറോയിൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇതേ നേരം തന്നെ ആ പാട്ട് വീണ്ടും പ്ലേ ചെയ്യാണ്. നോക്കുന്ന സമയത്ത് അത് ആരുടെയാണെന്ന് അറിയാമോ ടാഗ്? അപ്പം ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്നത് വീണ്ടും വില്ലൻ പയ്യനാണ് കേട്ടോ, അതായത് റൗഡി പയ്യനാണ്. ഇതേ നേരം തന്നെ റൗഡി പയ്യൻ പേടിച്ചിട്ടാണെങ്കിൽ എങ്ങനെയൊക്കെയോ ആ ഡോറിനകത്ത് അത് വെക്കുകയാണ്. ഇതേ നേരം തന്നെ ആ മോൺസ്റ്റർ അവനെ പിടിക്കാനായിട്ട് തൊട്ട് ഫ്രണ്ടിൽ വന്നിട്ട് തൊട്ടടുത്ത് വന്നിട്ട് അതാണെങ്കിൽ അങ്ങ് ഇല്ലാണ്ടായി പോവാണ്. അങ്ങനെ ആ ഡോർ ഓപ്പൺ ആവുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ ആ ഡോറിലൂടെ കയറിയിട്ട് അകത്ത് കയറുകയാണ്. അങ്ങനെ അതുവഴി പോകുന്ന സമയത്ത് ഈ ഹീറോയിൻ ആണെങ്കിൽ അത്യാവശ്യം ബുദ്ധിയുള്ള പെൺകുട്ടിയല്ലേ. അപ്പം ഈ ഹീറോയിൻ പറയാണ് ഇതൊരു ലൂപ്പാണെന്ന് പറയും, ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് നടക്കുമെന്ന് പറയും. അപ്പം ഹീറോയിന്റെ ഊഹപ്രകാരം ഇത് ഏതാണ്ട് 5 ലൂപ്പ് ഉണ്ടെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ അവർ ഓരോ പ്രാവശ്യവും ചെയ്യാണ്. അപ്പം ഓരോരുത്തർക്കും കാര്യം മനസ്സിലായല്ലോ, കളി ഇങ്ങനെയാണ്. അപ്പം മോൺസ്റ്റർ വരണതിന് തൊട്ട് മുമ്പ് ഡോറിനകത്ത് അത് വെക്കണമെന്ന് അറിയാമല്ലോ ഐഡന്റിറ്റി ടാഗ്. അങ്ങനെ എല്ലാവരും അവരവരുടെ ഡോറിന്റെ കീഴിൽ പോയി നിൽക്കുകയാണ്. അവരവർക്ക് ഓരോ ഡോറുണ്ട്, ഓരോ ക്യാരക്ടർ ഉണ്ട്. അങ്ങനെ ഡോറിന്റെ അടുത്ത് പോയി നിൽക്കുകയാണ്. അങ്ങനെ ഈ മോൺസ്റ്റർ വരുമ്പം തന്നെ ആ പാട്ട് പ്ലേ ആവും. അപ്പോൾ ആ പാട്ട് പ്ലേ ആവുന്ന സമയത്ത് തന്നെ ഓരോരുത്തരുടെ ടാഗ് ആണെങ്കിൽ അവർ ഡോറിൽ വെക്കുകയാണ്. ഇതേ നേരം തന്നെ ആ മോൺസ്റ്റർ ചത്തുപോവാണ്. അങ്ങനെ 2 റൗണ്ട് കഴിഞ്ഞ് അപ്പം മൊത്തത്തിൽ ഇപ്പം 4 റൗണ്ടായി കേട്ടോ. ഇനി അവസാനത്തെ റൗണ്ടാണ്. അങ്ങനെ അവസാനത്തെ റൗണ്ടിൽ കയറുന്ന സമയത്തും അവിടെ ഒന്നും സംഭവിക്കുന്നില്ല, അവർ അതിൽ നിന്ന് എസ്കേപ്പ് ആവുന്നില്ല. അവർ വീണ്ടും ആ ഹാളിൽ തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ എല്ലാവർക്കും നല്ല മടുപ്പായി, മനുഷ്യരല്ലേ, ക്ഷീണം കാണും. ഇതേ നേരം തന്നെ നമ്മുടെ റൗഡി പയ്യനാണെങ്കിൽ ക്ഷീണിച്ചൊരു സ്ഥലത്ത് ഇരിക്കുകയാണ്. എന്നിട്ട് പറയാണ് എനിക്കിനി വയ്യെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതേ നേരം തന്നെ നമ്മുടെ ഹീറോ വന്നിട്ട് എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് പറയാണ് പ്രതീക്ഷ കൈവിടല്ലേ എന്ന് പറയും. അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരുടെ റൂമിന്റെ അടുത്ത് പോവാണ്, അതായത് ഡോറിന്റെ അടുത്ത് പോവാണ്. ഇതേ നേരം തന്നെ നമ്മുടെ റൗഡി പയ്യനാണെങ്കിൽ നല്ല ക്ഷീണിച്ചിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പൊ റൗഡി പയ്യനാണെങ്കിൽ നമ്മുടെ അങ്കിളിന്റെ അടുത്ത് പറയാണ് ആ എഴുത്തില്ലാത്ത ടാഗ് എനിക്ക് തരുമെന്ന് ചോദിക്കും. അതാകുമ്പോൾ ഓടണ്ടല്ലോ. അത് മാത്രമല്ല ഈ റൗഡി പയ്യന്റെ ടാഗ് തൊട്ട് ഫ്രണ്ടിലാണ് ഡോർ. അങ്ങനെ ഈ അങ്കിളാണെങ്കിൽ അങ്കിളിന്റെ ടാഗ് ഈ റൗഡി പയ്യനുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാണ്. എന്നിട്ട് അങ്കിളാണെങ്കിൽ തൊട്ട് ഫ്രണ്ടിലാണ് നിൽക്കുന്നത് കേട്ടോ. ഇപ്പം നമ്മുടെ റൗഡി പയ്യന്റെ ഇരിക്കുന്ന ടാഗ് ആണെങ്കിൽ അതിനകത്ത് ക്യാരക്ടർ ഒന്നുമില്ല. ഇതേ നേരം തന്നെ മറ്റേ മോൺസ്റ്റർ വരുവാണ് കേട്ടോ. അപ്പൊ മോൺസ്റ്ററിനെ നോക്കുന്ന സമയത്ത് എന്താ പറയാ, എല്ലാ പ്രാവശ്യവും മോൺസ്റ്റർ വരുമ്പോൾ പാട്ട് കേൾക്കും. ആ പാട്ട് ഇപ്രാവശ്യം കേൾക്കുന്നില്ല. അതിനർത്ഥം എന്താ, അതായത് ക്യാരക്ടർ ഇല്ലാത്ത ടാഗിന്റെ ആളെയാണ് പിടിക്കാൻ വരുന്നത്. അപ്പൊ നോക്കുവാണെങ്കിൽ ഈ റൗഡി പയ്യനാണെങ്കിൽ പണി ഇരന്ന് വാങ്ങിച്ചിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇപ്പൊ പിടിക്കാൻ വരുന്നത് റൗഡി പയ്യനെയാണ് കേട്ടോ. ഇതേ നേരം തന്നെ ഈ റൗഡി പയ്യനാണെങ്കിൽ പേടിച്ചോടുകയാണ് കേട്ടോ. അപ്പം ഇനി എങ്ങനെ ഇതൊന്നും ചെയ്യേണ്ടതെന്ന് ഈ ആൾക്കാർക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഇവരാണെങ്കിൽ എല്ലാ കീയും ഒരുമിച്ച് ഇൻസേർട്ട് ചെയ്ത് നോക്കുകയാണ്. എന്നിട്ടും വർക്ക് ആവുന്നില്ല. അപ്പം വേറെന്തോ രീതിയിലാണ് ഇപ്രാവശ്യം ടാസ്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇതേ നേരം തന്നെ റൗഡി പയ്യൻ ഒന്നാമത് ക്ഷീണിച്ചിരിക്കുകയായിരുന്നു. അപ്പം ഒന്നും കൂടെ ക്ഷീണിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഓടി ഓടി ക്ഷീണിച്ച് മറിഞ്ഞു വീഴുകയാണ്. ഇതേ നേരം തന്നെ നമ്മുടെ അമൂൽ പയ്യനാണെങ്കിൽ അവൻ്റെ ആ ടാഗ് എക്സ്ചേഞ്ച് ചെയ്യാണ്. എന്നിട്ട് ഈ അമൂൽ പയ്യൻ അവിടെ കിടന്ന് ഓടുകയാണ്. അങ്ങനെ ഓടുന്ന സമയത്താണെങ്കിൽ കുറെ നേരം ഓടി കേട്ടോ. അങ്ങനെ ഓടി ഓടി ഒരു സ്ഥലത്ത് വരുമ്പോഴാണെങ്കിൽ ഈ മോൺസ്റ്റർ ഉണ്ടല്ലോ ഈ അമൂൽ പയ്യന്റെ മുതുകത്തിട്ടൊരു വാന്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഈ വാന്ത് മേടിച്ച് ഈ പയ്യനാണെങ്കിൽ നേരെ ചെന്ന് അവിടെ ഉള്ള ഒരു തൂണിൽ ചെന്ന് തലയിടിക്കുകയാണ്.
അടിക്കുകയാണ്. ഇതേ നേരം തന്നെ നമ്മുടെ അമൂൽ പയ്യന്റെ ബോധം പോവുകയാണ് കേട്ടോ. അങ്ങനെ തറയിൽ വന്ന് മറിഞ്ഞു വീഴുകയാണ്. ഇതേ നേരം തന്നെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ റൗഡി പയ്യനും കിടപ്പുണ്ട്. അപ്പൊ നോക്കുമ്പോഴാണെങ്കിൽ മോൺസ്റ്റർ ഇവന്മാരുടെ രണ്ടുപേരെയും തൊട്ടടുത്തുണ്ട് കേട്ടോ. അങ്ങനെ ഈ റൗഡി പയ്യനാണെങ്കിൽ പേടിച്ച് നിൽക്കുകയാണ്. ഇതേ നേരം തന്നെ ഈ അമൂൽ പയ്യൻ പറയുന്നുണ്ട് അത് പെട്ടെന്ന് എക്സ്ചേഞ്ച് ചെയ്യാൻ. അങ്ങനെ ഇല്ലാത്ത ആരോഗ്യം ഉണ്ടാക്കിയെടുത്തിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയാണ്. ഇതേ നേരം തന്നെ ഈ റൗഡി പയ്യനാണെങ്കിൽ ആദ്യം ഒന്ന് പേടിച്ച് നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ. അങ്ങനെ ഈ റൗഡി പയ്യനാണെങ്കിൽ ആ തറയിൽ വീണ ടാഗ് എടുക്കാൻ നിൽക്കുന്ന നേരം തന്നെ ആ ടാഗ് തറയിൽ നിന്ന് മാഞ്ഞു പോവാണ് കേട്ടോ. അങ്ങനെ എന്താ പറ്റുക, ഈ ടാഗ് ആണെങ്കിൽ നേരെ ചെന്നിട്ട് ഈ അമൂൽ പയ്യന്റെ കഴുത്തിൽ ചെന്ന് വീഴാണ്. ഇതേ നേരം തന്നെ മോൺസ്റ്ററിന് അതിന്റെ ഇരയെ മനസ്സിലായി. അങ്ങനെ ഈ മോൺസ്റ്റർ ആണെങ്കിൽ നമ്മുടെ അമൂൽ പയ്യനെ ആണെങ്കിൽ എടുത്ത് കടിച്ച് പറിച്ച് തിന്നുകയാണ് കേട്ടോ. അപ്പൊ ഇത് കണ്ടപ്പോഴാണെങ്കിൽ ഈ റൗഡി പയ്യന് സങ്കടം സഹിക്കാൻ വയ്യാതെ പൊട്ടിക്കരയുകയാണ്. കാരണം എന്താ, സ്വന്തം കൂട്ടുകാരനല്ലേ. ഇതേ നേരം തന്നെ നമ്മുടെ ഹീറോയിനും ഒരു കാര്യം കാണുകയാണ്. അതായത് ഈ മോൺസ്റ്ററിന്റെ കഴുത്തിൽ ഒരു മണിയുണ്ട്. ആ മണിക്കകത്ത് ഒരു താക്കോൽ ഇടാനുള്ള സ്ഥലമുണ്ട്. അപ്പൊ അത് ഏത് താക്കോലാണെന്ന് നോക്കുമ്പോഴാണ് അത് ആ ക്യാരക്ടർ ഇല്ലാത്ത താക്കോലാണ് ഇടേണ്ടത്. അങ്ങനെ ഇത് മനസ്സിലാക്കിയ നമ്മുടെ ഹീറോയാണെങ്കിൽ റൗഡി പയ്യന്റെ ആ താക്കോൽ എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങിച്ചിട്ട് ഓടുകയാണ്. ഇതേ നേരം തന്നെ ഈ മോൺസ്റ്റർ തൊട്ട് പിറകെ ഉണ്ട് കേട്ടോ. അപ്പം ഹീറോയിൻ ആണെങ്കിൽ ഓപ്പോസിറ്റ് ഓടി വരുന്നുണ്ട്. ഇതേ നേരം തന്നെ ഈ ഹീറോന്റെ ടാഗ് ആണെങ്കിൽ നമ്മുടെ ഹീറോയിന്റെ കൊടുക്കുകയാണ്. അപ്പൊ നോക്കുകയാണെങ്കിൽ ഹീറോയിന്റെ രണ്ട് ടാഗ് ഉണ്ട്, അവർ എക്സ്ചേഞ്ച് ചെയ്തില്ല. അപ്പൊ ഹീറോയിന്റെ ടാഗും നമ്മുടെ ഹീറോന്റെ ടാഗും ഹീറോയിന്റെയിലാണുള്ളത്. ഇതേ നേരം തന്നെ ഈ മോൺസ്റ്റർ നമ്മുടെ ഹീറോയിനെ പിടിക്കാൻ വരികയാണ്. അപ്പൊ നോക്കുമ്പോഴാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഒരു സ്ഥലത്ത് വന്നിട്ട് അങ്ങ് നിൽക്കുകയാണ്. ഇതേ നേരം തന്നെ മോൺസ്റ്റർ തൊട്ട് ഫ്രണ്ടിൽ വന്നിട്ട് വാ പൊളിച്ച് നിൽക്കുകയാണ്. അപ്പൊ നോക്കുമ്പോഴാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ കയ്യിലൊരു താക്കോലില്ലായിരുന്നു, അതായത് ക്യാരക്ടർ ഇല്ലാത്ത താക്കോല് തറയെ കളഞ്ഞേക്കാണ്. അപ്പൊ ഈ മോൺസ്റ്ററിന് നമ്മുടെ ഹീറോയിനെ പിടിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിന്റെ ടാഗ് ഹീറോയിന്റെയിലുണ്ട്, അത് മാത്രമല്ല മറ്റേ ടാഗ് ഹീറോന്റെയാണ്. അപ്പം അത് തറയിൽ പോകുന്ന സമയത്ത് അത് ഹീറോന്റെ കഴുത്തിൽ വരികയാണ്. ഇതേ നേരം തന്നെ ഈ മോൺസ്റ്റർ ഇത് മനസ്സിലാക്കിയിട്ട് ഈ ഹീറോന്റെ അടുത്തോട്ട് പോവാണ്. അപ്പൊ ഹീറോനെ പിടിക്കാൻ ചെല്ലുന്ന സമയത്ത് ഈ ഹീറോയിൻ ആണെങ്കിൽ സൈഡിലെ ഷെൽഫിനകത്ത് ചവിട്ടി കയറി ലാസ്റ്റ് ചെന്നിട്ടാണെങ്കിൽ ആ മോൺസ്റ്ററിന്റെ മുതുകത്ത് കയറുകയാണ് കേട്ടോ. ഇതേ നേരം തന്നെ ഈ മോൺസ്റ്റർ ഹീറോനെ പിടിക്കാൻ പോവില്ലേ, അങ്ങനെ ഈ ഹീറോന്റെ അടുത്ത് ചെല്ലുന്ന നേരം ഈ മോൺസ്റ്ററിന്റെ മുടിയിൽ പിടിച്ച് ഈ ഹീറോയിൻ വലിക്കുകയാണ് കേട്ടോ. ഇതേ നേരം തന്നെ ഈ മോൺസ്റ്റർ ഫ്രണ്ട് കൊണ്ട് പൊങ്ങുകയാണ്. അങ്ങനെ ഈ ഹീറോ ആണെങ്കിൽ ഓടി വന്നിട്ട് ആ താക്കോലെടുത്ത് ആ മോൺസ്റ്ററിന്റെ മണിയിലിടുകയാണ്. അങ്ങനെ ഇതേ നേരം തന്നെ ഈ മോൺസ്റ്റർ ആണെങ്കിൽ നന്നായിട്ട് ക്ഷീണിച്ചിട്ട് തറയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഇതങ്ങ് മാഞ്ഞു പോകുന്നതുമില്ല, നശിച്ചു പോകുന്നില്ല, ചത്തു പോകുന്നില്ല, ഒന്നും ആവുന്നില്ല. ഇതേ നേരം തന്നെ നമ്മുടെ റൗഡി പയ്യനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് ഒരു കട്ടള എന്തോ ഒരു സാധനം, ഒരു ഷെൽഫ് എന്നൊക്കെ പറയാം, അതെടുത്തോണ്ട് വന്നിട്ട് ആ മോൺസ്റ്ററിന്റെ തലക്കിട്ടടിക്കുകയാണ്. ഇതേ നേരം തന്നെ ആ മോൺസ്റ്റർ ആണെങ്കിൽ ഇല്ലാണ്ടായി പോവുകയാണ്. എന്നിട്ടുണ്ടല്ലോ ഈ റൗഡി പയ്യനാണെങ്കിൽ അവിടെ കിടന്ന് കരയാണ്. ആ കരച്ചിൽ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ വിഷമം തോന്നും. അങ്ങനത്തെ രീതിയിൽ കരയാണ്. അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഏതോ ഒരു പ്രാന്തനാണ് ഇവരെല്ലാരെയും ഒരു റൂമിൽ ഇട്ടിട്ട് ഇങ്ങനെ കാണിക്കുന്ന കേട്ടോ. അതായത് ഇതൊരു സ്ക്വിഡ് ഗെയിം പോലാണ്. അപ്പൊ ഒരാൾ ഇവരെ വാച്ച് ചെയ്യാണ് എന്തൊക്കെയാ നടക്കുന്നതെന്ന്. അപ്പം ഇതെന്തോ എക്സ്പെരിമെന്റോ മറ്റോ ആയിരിക്കണം കേട്ടോ. അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഹീറോയാണ് കേട്ടോ. ഹീറോ ആണെങ്കിൽ കറക്റ്റ് 6 മണിക്ക് രാവിലെ 6 മണിക്ക് ഉറക്കം എണീക്കുകയാണ്. അതായത് ഈ ഗെയിം ആണെങ്കിൽ 6 മണി വരെ ഉള്ളു കേട്ടോ. അങ്ങനെ ഉറക്കം എണീച്ചിട്ടാണെങ്കിൽ ഈ ഹീറോയിൻ തലേ ദിവസം കിടക്കാൻ നേരത്ത് മെസ്സേജ് അയച്ചില്ലായിരുന്നോ ആർക്കോ, അതായത് ഇങ്ങനെ എന്തേലും പറ്റുമോ, കാരണം എല്ലാവരും ഒരേ ഡൈമെൻഷനിലോട്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന് ആർക്കും മെസ്സേജ് അയച്ചില്ലായിരുന്നോ. അങ്ങനെ അതിന് റിപ്ലൈ വന്നേക്കാണ്, അത് പറ്റും, അത് AI വെച്ചിട്ട് ഇക്കാലത്ത് പറ്റുമെന്ന് പറയുന്നുണ്ട്. ഏതോ കമ്പനി അതിന് എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ടെന്നും പറയുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനും കൂട്ടുകാരി പെൺകുട്ടിയാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എണീക്കുകയാണ്, അതായത് കോമയിൽ നിന്ന് എണീക്കുകയാണ്. ഇതേ നേരം തന്നെ തൊട്ടടുത്ത റൂമിൽ നിന്ന് എന്തോ കരച്ചിൽ കേൾക്കുകയാണ്. ഇപ്പം ചെന്ന് നോക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ റൗഡി പയ്യനാണ് കേട്ടോ കരയുന്നത്. എന്താന്ന് നോക്കുമ്പോഴാണ് ആ അമൂൽ പയ്യനില്ലേ, അവനാണെങ്കിൽ ബോധമില്ല, എണീക്കുന്നില്ല. ഇതേ നേരം തന്നെ അവന്റെ ബഹളം കേട്ടിട്ട് അങ്ങോട്ടൊരു നേഴ്സ് വരികയാണ്. എന്നിട്ട് നേഴ്സ് ആണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് പറയാണ് ഇത് കണക്കൊരു പേഷ്യന്റ് ആണെങ്കിൽ കോമയിൽ പോവുകയാണ്, എന്താ ചെയ്യേണ്ടത്, പെട്ടെന്ന് വരാൻ പറയും. ഇതേ നേരം തന്നെ ഡോക്ടർ വന്ന് അവനെ പരിശോധിക്കുകയാണ് കേട്ടോ. അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് ഈ ഹീറോയിനും കൂട്ടുകാരി പെൺകുട്ടിയും പിന്നെ റൗഡി പയ്യനും പുറത്ത് നിൽക്കുകയാണ്. ഇതേ നേരം തന്നെ ഈ കൂട്ടുകാരി പെൺകുട്ടി പറയാണ് അവനും ഒന്നും പറ്റത്തില്ല, അവൻ ആ ഹോണ്ടഡ് ഹൗസിൽ പെട്ട് കിടക്കുമായിരിക്കും, അതായിരിക്കും, അല്ലാതെ വേറൊന്നും ആയിരിക്കത്തില്ല എന്ന് പറയും. ഇതേ നേരം തന്നെ ഈ റൗഡി പയ്യനാണെങ്കിൽ അവളടുത്ത് ചൂടാവുകയാണ് കൂട്ടുകാരി പെൺകുട്ടി എടുത്ത്. അപ്പം ഇതാണെങ്കിൽ ഹീറോയിൻ അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഹീറോയിൻ ആണെങ്കിൽ പറയാണ് അവളടുത്ത് ദേഷ്യപ്പെട്ടിട്ട് എന്തോ കാര്യമെന്ന് ചോദിക്കും. ഇതേ നേരം തന്നെ ഡോക്ടർ വന്ന്
എന്നിട്ട് പറയാണ് അതൊന്നുമില്ല, അതാണെങ്കിൽ ആൽക്കഹോൾ പോയിസൺ ആയതാന്ന് പറയും. അതായത് ഇന്നലെ കുടിച്ച കള്ളില്ലേ, ബിയർ, അതാണെങ്കിൽ പോയിസൺ ആയതാന്ന് പറയും. അപ്പം ഇത് കേട്ടിട്ടാണെങ്കിൽ റൗഡി പയ്യന് ആശ്വാസമാവും. ഓ ഇത് പറ്റിയിട്ടല്ലേ, അല്ലാതെ മറ്റേ ആ മോൺസ്റ്റർ വിഴുങ്ങിയിട്ടല്ലെന്ന് വിചാരിക്കും. അങ്ങനെ ഈ ഹീറോയിനും കൂട്ടുകാരിയും പിന്നെ റൗഡി പയ്യനും ആണെങ്കിൽ റൂമിലിരുന്ന് സംസാരിക്കുകയാണ്. ഇതേ നേരം തന്നെ ഹീറോയിനെ ആണെങ്കിൽ സ്റ്റുഡന്റ് കൗൺസിൽ പ്രസിഡന്റ് വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ് ഇന്ന് കോളേജിൽ വരണം, നിങ്ങളെ വിളിക്കാനായിട്ട് ഞാൻ കാറ് പറഞ്ഞു വിടാന്ന് പറയും. അതായത് ഇന്നാണ് നമ്മുടെ കൂട്ടുകാരി പെൺകുട്ടിയുടെയും ഹീറോയിന്റെയും ഡിസ്ചാർജ് കേട്ടോ. അങ്ങനെ അവർ ഡിസ്ചാർജ് ആവാൻ പോകുന്ന സമയത്ത് ഈ ഹീറോയിൻ ആണെങ്കിൽ റൗഡി പയ്യന്റെ അടുത്ത് പറയുന്നുണ്ട്, അതായത് ഇവരുടെ കൂട്ടുകാരൻ എന്താ പറ്റിയെന്ന് നോക്കാൻ പറയും. അതായത് ആദ്യത്തെ എപ്പിസോഡിൽ ഒരു പയ്യനെ ആ പപ്പറ്റ് മോൺസ്റ്റർ കൊന്നില്ലായിരുന്നോ, അവൻ എന്താ പറ്റിയെന്ന് കണ്ടുപിടിക്കാൻ പറയും. അങ്ങനെ നമ്മുടെ ഹീറോയിനെയും പിന്നെ കൂട്ടുകാരി പെൺകുട്ടീനെയും വിളിക്കാനായിട്ട് സ്റ്റുഡന്റ് കൗൺസിൽ പ്രസിഡന്റ് വരുവാണ് കേട്ടോ. അത് സീനിയർ ആണ്. അപ്പൊ നോക്കുന്ന സമയത്ത് ഒരു മേ ബാക്കിലാണ് വരുന്നത്, ബെൻസിന്റെ. ഇതേ നേരം തന്നെ സീനിയർ പറയുന്നുണ്ട് ഇതൊരു ചെറിയ കാറാ, വലിയ കാർ അറേഞ്ച് ചെയ്യാൻ പറ്റില്ലെന്ന്. അതായത് ആ മേ ബാഗിനെ അങ്ങ് അപമാനിക്കുക. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അങ്ങനെ അവരെല്ലാരും കൂടെ കാറിൽ കയറി പോകുന്ന സമയത്ത് ഈ സീനിയറിനെ ആരോ വിളിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് എനിക്കാണെങ്കിൽ കോളേജിന്റെയും പിന്നെ അപ്പുറത്തെ ആ ബിൽഡിംഗ് ഇല്ലേ 19th എന്ന് പറയുന്ന ബിൽഡിംഗ്, അതിന്റെ ഒരു ഫ്ലോർ മാപ്പ് കിട്ടുമെന്ന് ചോദിക്കും. ഇതേ നേരം തന്നെ ഈ ശബ്ദം നല്ല പരിചയമുണ്ട് ഹീറോയിന്. അപ്പൊ നോക്കുമ്പോഴാണെങ്കിൽ അത് നമ്മുടെ ഹീറോയാണ് കേട്ടോ. അപ്പൊ ഹീറോയിൻ ആണെങ്കിൽ സീനിയറിന്റെ അടുത്ത് ചോദിക്കും അത് ഹീറോ ആണോ എന്ന് ചോദിക്കും. ഈ സീനിയർ പറയും അതേന്ന് പറയും. എന്നിട്ട് ഈ സീനിയർ ആണെങ്കിൽ ഹീറോനെ കുറിച്ച് പറയാണ്. അതായത് ഹീറോ ആണെങ്കിൽ ആ കോളേജിൽ പഠിച്ച് ഗ്രാജുവേറ്റ് ആയതാണ്. അത് മാത്രമല്ല അവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അങ്ങനെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ കാറിൽ പോകുന്നതായിട്ട് കാണിച്ചിട്ടാണ് ഈ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. അപ്പം അടുത്ത എപ്പിസോഡ് ഇടുന്നത് വരെ വെയിറ്റ് ചെയ്യുക. വേഗം തന്നെ ഇടാൻ നോക്കാം കേട്ടോ. അപ്പം ഓക്കെ ബൈ. പിന്നെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം ശരിക്കും ഓക്കെ ബൈ.